ശരീരത്തിന്റെയും മനസ്സിന്റെയും അപകടങ്ങളിൽ പിതൃവാത്സല്യത്തോടെ സഭാതനയരുടെ സംരക്ഷണത്തിനായി ഓടിയെത്തുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ അത്ഭുത ഇടപെടൽ വെളിപ്പെട്ട സംഭവം ആയിരുന്നു ഈശോയുടെ വിശുദ്ധ ത്രേസ്യ എന്നറിയപ്പെടുന്ന ആവിലയിലെ വിശുദ്ധ ത്രേസ്യയെ തന്റെ ഇടപെടലിലൂടെ വിശുദ്ധ യൗസേപ്പിതാവ് സംരക്ഷിച്ച സംഭവം. ഫാദർ ഏഞ്ചൽ പെനയുടെ വിശുദ്ധരിൽ ഏറ്റവും വിശുദ്ധനായ സെയിന്റ് ജോസഫ് എന്ന പുസ്തകത്തിലാണ് സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1575 സ്പെയിനിന്റെ തെക്ക് കിഴക്കുള്ള സാന്താ മരിയ ഡി ലോസ് ഓൾമോസ് ഇടവകയിൽ വിശുദ്ധ ത്രേസ്യ ക്ഷാരബുധൻ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം തെക്കൻ പട്ടണമായ ബിയാസ് ഡി സെഗുരയിലേക്കുള്ള മഠത്തിലേക്ക് പോകുകയായിരുന്നു. വിശുദ്ധയോടൊപ്പം 2 വൈദികരും 8 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. പോകുന്ന വഴി അവർക്ക് വഴിതെറ്റുകയും വളരെ ഉയരത്തിലുള്ള പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ അവർ കുടുങ്ങിപ്പോകുകയും ചെയ്തു. ആ നിമിഷം മാർഗനിർദ്ദേശത്തിനായി ദൈവത്തോടും വിശുദ്ധ ജോസഫിനോടും പ്രാർത്ഥിക്കാൻ വിശുദ്ധ ത്രേസ്യ സഹോദരിമാരോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വൃദ്ധന്റെ ശബ്ദം അവർ കേൾക്കാൻ തുടങ്ങി. "നിൽക്കുക, നിൽക്കുക, നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയി. ഇനിയും മുന്നോട്ടു പോയാൽ നിങ്ങൾ കിഴുക്കാൻതൂക്കായ മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് വീഴും." ഏതു വഴി പോകണമെന്ന് അവർ ആ വൃദ്ധ മനുഷ്യനോട് ആരായുകയും അദ്ദേഹം പറഞ്ഞത് പ്രകാരം യാത്ര ചെയ്ത് ശരിയായ വഴിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവരിൽ ചിലർ തങ്ങളെ സഹായിച്ച മനുഷ്യനോട് നന്ദി പറയാൻ മടങ്ങിയെത്തി. കണ്ണുനീരോടെയും ഭക്തിയോടെയും വിശുദ്ധ ത്രേസ്യ പ്രസ്തുത സംഭവത്തെപ്പറ്റി പിന്നീട് ഇപ്രകാരം പറഞ്ഞു: "ആ വൃദ്ധ മനുഷ്യനെ തേടിപ്പോയവരെ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിട്ടയച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളെ സഹായിച്ചത് എന്റെ പിതാവായ വിശുദ്ധ ജോസഫായിരുന്നു. അവർ അവനെ കണ്ടെത്തുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അവരെ സഹായിച്ച ആ മനുഷ്യനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മക്കളുടെ ആവശ്യങ്ങളിൽ ഓടിയെത്താൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന സ്നേഹപിതാവാണ് വിശുദ്ധ യൗസേപ്പിതാവ് എന്ന് അടിവരയിട്ട് തെളിയിക്കുകയാണ് വിശുദ്ധ ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായ ഈ അത്ഭുത സംരക്ഷണം." ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.